ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. ഇതിൻ്റെ പേര് ബോളി എന്നാണ് പറയുക. ഇത് നമ്മുടെ മലബാർ സൈഡിലൊന്നും അത്ര പോപ്പുലർ അല്ല, പക്ഷേ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ സദ്യയിൽ പായസത്തിൻ്റെ കൂടെ വിളമ്പുന്ന ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ബോളിക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദയും കടലപ്പരിപ്പുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് മൈദമാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബോളിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ബോളിക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാൻ. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നമ്മൾ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം ഈ മാവ്. ഇനി നമുക്ക് ഈ ബോളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബോളിയുടെ റെസിപ്പിയിൽ സാധാരണ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നല്ലെണ്ണ താല്പര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-2.5 ടീസ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഒരുപാട് എണ്ണയിലൊക്കെ മുക്കി വെച്ചിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ അത്രയും എണ്ണ ഞാൻ ഉപയോഗിക്കണില്ല. ജസ്റ്റ് ഇതിൻ്റെ മേലെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-2.5 ടീസ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ എണ്ണ അതിൻ്റെ മേലെ എല്ലാ ഭാഗവും ആവുന്ന രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഈ മാവ് ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബോളിയിലേക്ക് വേണ്ട കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് തന്നെയാണ് നമ്മളിതിനായിട്ട് എടുക്കേണ്ടത്. ചനാദാൾ എന്ന് പറയും. അതാണ് നമുക്ക് ബോളിക്കായിട്ട് വേണ്ടത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പരിപ്പും ഇതിനായിട്ട് എടുക്കരുത്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കേട്ടോ അതിനായിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ മൈദ ഏത് കപ്പിലാണോ അളന്നത് സെയിം കപ്പ് തന്നെ 1/4 കപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത്. അപ്പോൾ ഈ കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം നമ്മളത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കാം. അതിലേക്ക് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കടലപ്പരിപ്പ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 മുതൽ 1.5 കപ്പിൻ്റെ ഉള്ളിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വേവിക്കാം. അതിനുശേഷം സ്റ്റീം നന്നായിട്ട് പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ ഈ കടലപ്പരിപ്പിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ പരിപ്പ് ഒരുപാട് വേവാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഓരോ പരിപ്പായിട്ട് ഇങ്ങനെ എടുത്ത് മുറിച്ച് നോക്കുമ്പോൾ ഒന്ന് മുറിഞ്ഞ് വരണം. ആ രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലെ സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഓരോ പരിപ്പായിട്ട് മുറിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് കടലപ്പരിപ്പിൻ്റെ വേവ്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. നമുക്കിതിനായിട്ട് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ പരിപ്പ് മാത്രമാണ് വേണ്ടുള്ളൂ. അപ്പോൾ വെള്ളം നമുക്ക് ഇതൊന്ന് മാറ്റാം. ഇപ്പോൾ ഈ കടലപ്പരിപ്പിലെ വെള്ളമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാണുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദമാവിൽ സ്റ്റഫ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് മുഴുവനും നമ്മൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ കടലപ്പരിപ്പ് അങ്ങനെ കിടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദമാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം നമുക്ക് ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ഒന്ന് വരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോളിയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് മധുരമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
ഇനി നമുക്കത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വരും. അപ്പോൾ അത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അതിനുശേഷം ഈ പഞ്ചസാര നന്നായിട്ട് ഈ കടലപ്പരിപ്പിൽ അലിഞ്ഞ് ചേർന്നിട്ട് കടലപ്പരിപ്പ് നല്ല ഡ്രൈ ആയി കിട്ടണം. കടലപ്പരിപ്പ് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കടലപ്പരിപ്പ് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു മീഡിയം സൈസിലുള്ള ബോൾസായിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ബോൾസും റെഡിയാക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് മൊത്തത്തിൽ നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് ഒരു 12 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദമാവ് എടുക്കാം. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിൽ എണ്ണ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ആ എണ്ണയോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് ഉരുട്ടിയെടുത്തുമല്ലോ, അതുപോലെ തന്നെ ഇതും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പം പിന്നെ നമുക്ക് ഈ മൈദയും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ഉരുട്ടിയെടുത്തതിനേക്കാളും കുറച്ച് ചെറിയ സൈസിലുള്ള ബോൾസ് ആയിട്ടാണ് മൈദ ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ബോളിയിൽ കടലപ്പരിപ്പാണ് കൂടുതലായിട്ട് വേണ്ടത്. കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മൈദ എപ്പോഴും നമ്മൾ കടലപ്പരിപ്പിൻ്റെ ബോൾസിനേക്കാളും ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഈ മാവ് മുഴുവനും നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ മൈദമാവ് നമ്മൾ ബോൾസായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഓരോരോ ബോൾസായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ ബൗൾ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഈ മൈദ കൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മാവ് വരികയെന്നുണ്ടെങ്കിൽ ആ മാവ് നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്കത് പരത്തിയെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ മാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ബോളി നമ്മൾ പരത്തിയെടുക്കേണ്ടത് അരിപ്പൊടിയിലാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം പതുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് വേണം അത് പരത്തിയെടുക്കാൻ. പിന്നെ അത് പരത്തിയെടുക്കുമ്പോൾ അരിപ്പൊടി ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള എല്ലാ ബോളിയും പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബോളി ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചുട്ടെടുക്കാം. ഇത് നല്ല തിന്നായിട്ടാണ് ഉള്ളതും അതുപോലെ തന്നെ ഇതിലെ കടലപ്പരിപ്പൊക്കെ ഓൾറെഡി വെന്തതുമാണ്. അപ്പോൾ അത് വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അത് ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിൻ്റെ 2 സൈഡിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ബോളി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അന്നത് ബോളി എന്താണെന്നൊന്നും അറിയില്ല. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. നമ്മളത് കഴിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ സൈഡിലൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല അന്ന്. പിന്നെയാണ് അറിഞ്ഞത് ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇപ്പോൾ സദ്യയിൽ പായസത്തിൻ്റെ കൂടെ വിളമ്പുന്ന ഒരു ഐറ്റമാണിതെന്ന്. പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നൊക്കെ കേട്ടു. അങ്ങനെ പിന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ബോളി പാലട പായസത്തിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ സേമിയയുടെ കൂടിയും പാൽപ്പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പായസമൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ബോളി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ.
പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്